ഹായ് അങ്ങനെ ഗെറ്റ് റെഡി വിത്ത് അസ് ഒക്കെ കഴിഞ്ഞ് ചേച്ചി മുഖമൊക്കെ കഴുകി കണ്ണ് മാത്രം ഒന്ന് എഴുതി വെച്ചപ്പോഴേക്കും പിസ്സ താഴെ വന്നു കേട്ടോ. ഊബറിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിസ്സ പിള്ളേർക്കൊക്കെ പിസ്സ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താ ഒരു താല്പര്യം. പിള്ളേർക്ക് പിന്നെ കേക്കൊന്നും വേണ്ട, എല്ലാവർക്കും പിസ്സ മതി എന്നുള്ളൊരവസ്ഥയായി കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുവിധം ഞാൻ പറഞ്ഞു ഗായ്സ് എവരിബഡി ജസ്റ്റ് സേ ഇറ്റ്, എല്ലാവർക്കും പിസ്സ തരും, കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് പിസ്സ തരും എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. അതാണ് പ്രവീൺ ചേട്ടൻ, അതാണ് വാവയുടെ അച്ഛൻ കേട്ടോ. ഇത്രയും പിള്ളേരുണ്ടായിരുന്നു. അതിലിത് ഇപ്പുറത്തെ സൈഡിൽ, കേക്കിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കണ്ണടി വെച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുന്നില്ല, ഞാൻ കാണിക്കാട്ടോ. അവനാണ് ബർത്ത്ഡേ ബോയ്. അവനും നമ്മുടെ കുഞ്ഞുവാവയാണ് കേട്ടോ ബർത്ത്ഡേ ബോയ്സ്. അപ്പോൾ അവരുടെ ബർത്ത്ഡേ ആണ്. ടവർ കേക്ക് ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ ഫുൾ ഓർഡർ ചെയ്ത എല്ലാ കേക്കും ടവർ കേക്ക് ആയിരുന്നു. എല്ലാം നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. ഞാൻ പിന്നെ കേക്കിൻ്റെ ആളല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കേക്ക് അങ്ങനെ കഴിച്ചില്ല. അതുകൊണ്ട് എൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കൃത്യമായി പറഞ്ഞു തരണമെങ്കിൽ അത് എൻജോയ് ചെയ്യുന്ന പറഞ്ഞവരോട് തന്നെ ചോദിക്കണം കേട്ടോ. അപ്പോൾ കഴിച്ചവരെല്ലാം നല്ലതെന്ന് തന്നെയായിരുന്നു പറഞ്ഞത്. ഇങ്ങനെ ഒരു ഫുട്ബോൾ തീമായിരുന്നു കേട്ടോ. ഫുൾ ഉണ്ടായിരുന്നത് ഗ്രീൻ ആയിരുന്നു അവരുടെ തീം. ഗ്രീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു ഇവരുടെ മോസ്റ്റ്ലി തീം ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരെല്ലാവരും അങ്ങനെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ബഹളമായിരുന്നു, നല്ല ഹാപ്പി ആയിരുന്നു. അതിൻ്റെ ഇടയിലേക്ക് ഞാൻ പിസയൊക്കെ കുത്തിക്കയറ്റി വേഷം വന്നിട്ട് കാണത്തില്ലായിരുന്നു. ഓടിപ്പോയി പിസയൊക്കെ കുത്തിക്കയറ്റി. കാരണം ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്കാനും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിസയൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ കേക്ക് മുറിക്കാൻ സ്റ്റാർട്ട് ചെയ്തേ. ഒറ്റ ദിവസത്തെ പരിചയത്തിൽ നിന്നുണ്ടായ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ആണ് കേട്ടോ ഇത്. പക്ഷേ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര വർഷമായിട്ട് നമ്മളിത് പരിചയമുള്ള പോലെയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ എന്താ പറയുക, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇവള് പോലും ഇത്രയും എൻ്റെ അടുത്ത് സംസാരിക്കുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളെന്തോ സെയിം വൈബ് പോലെയാണ് കേട്ടോ ഞാനും ഡാൻജോ ചേച്ചി, അത്ര കമ്പനിയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ പല കാര്യങ്ങളും നമ്മളിങ്ങനെ ഇപ്പം ഒരു 30 വയസ്സ് അല്ലെങ്കിൽ ഒരു 28 ലേറ്റ് 30s ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം ഭയങ്കര ഘോരഘോഷമായ കാര്യം എന്തോ ആ സംഭവങ്ങളെല്ലാം സംസാരിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്തോ പെട്ടെന്ന് കമ്പനി ആയതാണ് കേട്ടോ ചേച്ചിയുടെ അടുത്ത്. എന്തായാലും പെട്ടെന്നുണ്ടായ ഒരു ബർത്ത്ഡേ വെളിയിൽ. ഇനിയിപ്പോൾ ചിലർക്കൊക്കെ ചോദിക്കാം, ഇതിനകത്ത് ഇപ്പോൾ എന്താ ഇത്രയ്ക്ക് കാണിക്കാനുള്ളത്, അല്ലെങ്കിൽ ഇതിലിപ്പോൾ എന്താ ഇത്രയ്ക്ക് സന്തോഷിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഇത്രയും ഗ്രാൻഡൊന്നും അല്ലായിരുന്നെങ്കിലും എൻ്റെ അച്ഛനമ്മയെ അടിപൊളിയായിട്ട് എല്ലാ വർഷവും എൻ്റെ ബർത്ത്ഡേ നടത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാ വർഷവും. ഇപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പോലും വീട്ടിൽ എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാൻ അവർ വന്നിട്ടുണ്ട്. അത്രയും അതുകൊണ്ട് തന്നെ എനിക്ക് ആ മെമ്മറീസൊക്കെ ഓർമ്മ വരുമായിരുന്നു കേട്ടോ. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, നമുക്ക് കുർക്കുറയൊക്കെ വെച്ചിട്ട് വലിയ പാർട്ടിയൊന്നും അല്ലെങ്കിൽ കുർക്കുറയും ജ്യൂസും ഒക്കെ വെച്ച് കേക്ക് മുറിച്ച് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച്, ഞങ്ങൾ ക്വാർട്ടേഴ്സിലായിരുന്നു, അപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ആ സംഭവങ്ങൾ എന്തോ എനിക്കത് ഓർമ്മകളെല്ലാം മയവർക്കാൻ തോന്നി കേട്ടോ.